ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ഇന്നത്തെ നല്ല സഭായോഗത്തിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഈ ഒരു മാസം അവസരം നൽകി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ അടുത്തൊരു ഫ്രൈഡേ കൂടെ അങ്ങൾ വിളിച്ചിട്ടുണ്ട്. അടുത്ത ഫ്രൈഡേ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ പോവുകയാണ്. കർത്താവ് കഴിഞ്ഞ ഒരു മാസം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനൊക്കെ നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല സ്നേഹം, കരുതൽ ഒക്കെ അനുഭവിപ്പാൻ കഴിഞ്ഞു. എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് കോൾഡ് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ചൂടും തണുപ്പും ഒക്കെ ഏൽക്കേണ്ടി വരുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ തോന്നും. എങ്കിലും ഞാൻ അതുകൊണ്ടാണ് ഇവിടെ മിണ്ടാതെ ഇരുന്നത്. നിങ്ങൾ ആരാധിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷമുണ്ടായിരുന്നു. ഇന്നത്തെ ആരാധന വളരെ സന്തോഷവും അനുഗ്രഹവുമായിരുന്നു. എന്നാൽ ഞാൻ അത്രയും സമയം കൊണ്ട് ശബ്ദം എടുത്താൽ ഇതിന് ശേഷം ഇനി 2 മീറ്റിങ്ങിലൂടെ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. 2 എണ്ണം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം എല്ലാം കണ്ട് ഇനി ആയാൽ വൈകിട്ടത്തെ മീറ്റിങ്ങിന് വരുമ്പോഴത്തേക്ക് ശബ്ദം പോകും. അതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും പാടാതെ ഇവിടെ അനങ്ങാതിരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ ശക്തമായി പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിക്കുന്നതും അനുഗ്രഹമാകുന്നതും ഒക്കെ കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മയിൽ പ്രീസറോട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ആത്മസാന്നിധ്യം പകർന്നു. അവിടെ 6 പേര് പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാൻ ഈ അവസരം ഒരുക്കി. ഞാൻ അതിലൊക്കെ ഒത്തിരി സന്തോഷിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയ സന്ധ്യങ്ങളിലെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്നെ ദൈവം ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ മഹനീയ കൃപ കർത്തദാസൻ്റെ മേൽ ജീവിതത്തിൽ ശക്തമായി അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ കരുതലാണ് നമ്മെ ഇന്നയോളം നടത്തിയത്. ഇന്നലെ നമ്മുടെ ഇന്ത്യയിൽ അഹമ്മദാബാദിൽ ഉയർന്നു പൊങ്ങിയ പ്രീസലോട് ഫ്ലൈറ്റ് 1 മിനിറ്റിനുള്ളിൽ പ്രീസലോട് ഏകദേശം 300ഓളം പേരുടെ ജീവനാണ് എടുത്തത്. ഹല്ലേലൂയ. ഏകദേശം 300ഓളം പേരുടെ ജീവനാണ് എടുത്തത്. എന്തെല്ലാം പ്രതീക്ഷകളാണ് ആ ഫ്ലൈറ്റിനോടൊപ്പം പൊങ്ങിയത്, ഉയർന്നു പൊങ്ങിയത്, പറന്നു പൊങ്ങിയത്. അതെല്ലാം കരിഞ്ഞ് താഴെ വീഴുകയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകുന്ന ആയുസ് അതെപ്പോൾ എവിടെ വെച്ച് എങ്ങനെ അസ്തമിക്കുമെന്നറിയത്തില്ല. കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ ഈ പ്രദേശത്ത് താമസിച്ച ഒരു സഹോദരി കെനിയയിൽ പോയി പ്രീസലോ തിരിച്ചു വരുന്നത് മൃതദേഹമാണ്. സ്തോത്രം. അങ്ങനെ എത്ര ആളുകൾ. നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് നമ്മൾ അടുത്തോ എന്ന് നോക്കാം. പ്രീസലോ ഇസ്രായേൽ ഇറാഖിനെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് വലിയൊരു വിപത്തിലേക്ക് പോയാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെയൊക്കെ സുരക്ഷിതത്വങ്ങൾ വലിയ പ്രശ്നങ്ങളായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 മാനവരാജ്യങ്ങളാണ്, എന്തും സംഭവിക്കാം. ഇവയെല്ലാം കാണുമ്പോൾ നമ്മുടെ നാഥൻ്റെ വരവിങ്ങ് അടുത്തോ എന്ന് തല ഉയർത്തി നോക്കുകയും ശ്രദ്ധയോടെ ജീവിക്കുകയും ചെയ്യാൻ നമുക്കിടയായി തീരുമാറാകട്ടെ. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്നുള്ളതാണ്. ആ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ ബാക്കി എന്തെല്ലാം ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഇറങ്ങിത്തിരിച്ചതൊന്നും പ്രൈസ് ദി ലോർഡ് നമുക്ക് എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല. പ്രൈസ് അതിലുപരി, എല്ലാറ്റിലുപരി എൻ്റെ കർത്താവ് ഇവിടെ കയറി വരിക എന്ന് വിളിക്കുമ്പോൾ അവിടെ കയറി ചെല്ലുവാൻ നമ്മൾ യോഗ്യരാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ എനിക്കൊരു സമയം അനുവദിച്ചിട്ടുണ്ട്. ഞാൻ അത്രയും തന്നെ എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. 84-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം. കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. വായിച്ച ദൈവവചനം എല്ലാവർക്കും പരിചയമായ
വളരെ ചിന്തനീയമായ ഒരു വേദഭാഗമാണ്. 84-ാം സങ്കീർത്തനം പഠിക്കാത്ത ആരും തന്നെയില്ല. ആ സങ്കീർത്തനം പല പ്രാവശ്യം ഉരുവിട്ടിട്ടുള്ള സങ്കീർത്തനമാണ്. നമ്മുടെ മനസ്സിൽ വളരെ പതിഞ്ഞിട്ടുള്ള വേദഭാഗങ്ങൾ അതിനകത്തുണ്ട്. സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആ സങ്കീർത്തനത്തിൻ്റെ മനോഹാരിത തന്നെ കോരകപുത്രന്മാരുടെ അനുഭവങ്ങളിലൂടെ ചേർത്ത് അവരുടെ ഇഷ്ടങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രൈസ് ഈ സങ്കീർത്തനം അത് വളരെ ഹൃദ്യമായിട്ട് നമുക്ക് അനുഭവിക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം ആ സന്തോഷം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇവിടെ വായിച്ച സങ്കീർത്തനത്തിൽ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കും. എൻ്റെ ചിന്ത ഇന്ന് പകൽക്കാലം എൻ്റെ ചിന്ത ഇതാണ്: പരിസ്ഥിതികളെ മാറ്റുന്നവർ, പ്രശ്നങ്ങളെ മാറ്റുന്നവർ, പ്രോബ്ലംസിനെ ചേഞ്ച് ചെയ്യുന്നവർ, പ്രോബ്ലംസിനെ ചേഞ്ച് ചെയ്യുന്നവർ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചിന്ത. പരിസ്ഥിതികളെ മാറ്റുന്നവർ, അല്ലെങ്കിൽ പ്രോബ്ലംസിനെ മാറ്റുന്നവർ. ആമേൻ. നാം പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ പഠിക്കുമ്പോൾ ഇവിടെ കണ്ണുനീര് വന്നത് ആർക്കാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ കണ്ണുനീര് വന്നത് ദുർമാർഗികൾക്കല്ല കണ്ണുനീര് വന്നത്. ഇവിടെ ദൈവത്തെ വിട്ടുപോയവർക്കല്ല കണ്ണുനീര് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് വരാത്തവർക്കല്ല, സഭായോഗത്തിന് പോകാത്തവർക്കല്ല കണ്ണുനീര് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ചെന്നിട്ട് പാട്ട് പാടാതെ എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരുന്നവർക്കല്ല കണ്ണുനീര് വന്നിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുമ്പോൾ ആലയത്തിൽ വസിക്കുന്നവരായിരുന്നു. ആരാധനയുടെ ആ അനർഘമായ അനുഭവങ്ങളിൽ അതിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് എന്തുണ്ടായിരിക്കുന്നത്? ഇവിടെ കണ്ണുനീര് വന്നിരിക്കുന്നത്. മാത്രമല്ല, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരാ. വെറുതെ ആലയത്തിൽ വന്നിട്ട് വായും പൂട്ടി കണ്ണു ഉടച്ച് കൈ കെട്ടി എവിടെയെങ്കിലും ഇരിക്കുന്നവരായിരുന്നില്ല. അവർ സ്തുതിച്ചുകൊണ്ടിരുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൽ ബലം നിന്നിലുള്ള മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സകല ബലവും അർപ്പിച്ചിട്ട് ദൈവത്തെ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചവരാ. എന്നിട്ടും അവർക്ക് എന്തോ ഉണ്ടായി? കണ്ണുനീര്. നമ്മളാണ് എന്തോ പറഞ്ഞതിന് പ്രാർത്ഥനയുടെ കുറവാണ്, ഇത് അടിയാണ്, തൊഴിയാണ്, എന്തെല്ലാമോ പറയുന്നതെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നവർ, കരയുന്നവർ, ആലയത്തിൽ വസിച്ചവർ. നിങ്ങൾക്കറിയാമോ, ഈ പഴയ നിയമ ആരാധന എന്ന് പറയുന്നത് ദൈവാലയത്തിൽ ചെന്ന് അവർക്ക് ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ല. അവർക്ക് കാണാനേ പറ്റത്തുള്ളായിരുന്നു ആരാധന. പ്രാകാരത്തിൽ വന്ന് ഒരു പ്രകാരത്തിൽ ആരാധിച്ച് പല പ്രകാരത്തിൽ അവർ വീട്ടിൽ പോകുന്നവരായിരുന്നു. സ്തോത്രം. കാരണം ഇവർക്ക് ഒരു പ്രകാരത്തിലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. കാരണം പ്രൈസ് ദി ലോർഡ്, ഇവർക്ക് ഈ പ്രാകാരം വരെ ചെല്ലാൻ കഴിയത്തുള്ളൂ. വിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്തും പുരോഹിത വൃന്ദമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവം പ്രൈസ് ദി ലോർഡ് നമുക്കൊക്കെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് എവിടെ വരെ വരാൻ? പ്രാകാരത്തിലാണോ? വിശുദ്ധ സ്ഥലത്താണോ? അവന്റെ കൃപാസനത്തോളം അടുത്തു വരാൻ. നമ്മൾ എവിടെ വരെയാ വന്നിരിക്കുന്നത്? പ്രാകാരത്തിലെ ആരാധകരല്ല നമ്മൾ. കൃപാസനത്തോളം അടുത്തു വരാൻ ഭാഗ്യം കർത്താവ് നമുക്ക് നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ പഴയ നിയമത്തിൽ ഇവർ ദൈവത്തെ ആലയത്തിൽ പോയി ആരാധിക്കുമ്പോൾ പഴയ നിയമ ആരാധനയ്ക്ക് 4 ചട്ടക്കൂടുകളുണ്ടായിരുന്നു. ഒന്നാമത്, ഈ ആരാധനയ്ക്ക് ആരാധന അർപ്പിക്കുന്ന ഒരാൾ വേണമായിരുന്നു. അർപ്പകൻ വേണമായിരുന്നു. അർപ്പകൻ ഉണ്ടെങ്കിൽ ആരാധന നടക്കത്തുള്ളായിരുന്നു. അത് പുരോഹിതനോ മഹാപുരോഹിതനോ ആണ്. അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ഏത് വലിയ ആൾ ചെന്നാലും വീട്ടിൽ പൊക്കോണം, ആരാധന നടക്കത്തില്ല. ഇവിടെ ഇപ്പോൾ സണ്ണിപ്പാസ് വന്നില്ലെങ്കിൽ ഒരച്ഛാ മുന്നോട്ട് വന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചാൽ എന്തോ നടക്കും? ആരാധന നടക്കും. പഴയ നിയമത്തിൽ അതല്ലായിരുന്നു. പഴയ നിയമത്തിൽ ആരാധന നടക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് അതിനുവേണ്ടി അപ്പോയിൻമെന്റ് ചെയ്ത പുരോഹിതൻ വേണം. പുരോഹിതൻ ഇല്ലെങ്കിൽ ആരാധന നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഴയ നിയമത്തിൽ. നെറ്റിപ്പട്ടം കെട്ടി കാൽച്ചട്ടയിട്ട് അരക്കച്ചയാണ് ഞാണ്ടിലൊരിക്കൽ ആടുകളുടെ രക്തം അതിൻ്റെ അളവിലെടുത്ത് അന്തർമന്ദിരത്തിൽ ചെന്ന് ആരാധന നടത്താൻ ആചാര്യനായി നിയമിക്കപ്പെട്ട അഹരോൻ അച്ചായൻ്റെ പാരമ്പര്യം നിൽക്കവെയാണ്
മുക്കുവക്കുടിലിൽ ജനിച്ചു വളർന്ന തണ്ട് വഹിച്ച് കൈക്ക് തഴമ്പുള്ള തൊഴിലാളി വർഗമായ പത്രയോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും മറ്റ് ശിഷ്യന്മാരെ 120 എണ്ണം ആ മാളിക മുറിയുടെ മുകളിൽ കയറിയിരുന്ന് മൂളിപ്പാടി തുടങ്ങിയതാ. അവിടെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച വന്ന് പുതിയ നിയമസഭ ആരംഭിച്ചു. പുതിയ നിയമസഭ ആരംഭിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രൈസലോട് ആചാര വെടികളോടെ അപ്പുറത്ത് അല്പം ദൂരെ യെരുശലേം ദേവാലയത്തിന്റെ തിരശീല കീറിയത് തുന്നിക്കെട്ടി ആരാധന നടത്തുമ്പോൾ ഇവിടെ പ്രൈസലോട് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പറ്റം ദൈവജനം സഭയുടെ ഉടലെടുപ്പിന് കാരണമായി കഴിഞ്ഞു. പ്രൈസലോ, അതായിരുന്നു പുതിയ നിയമസഭയുടെ ആരാധന എന്ന് പറയുന്നത്. ആമേൻ. അവിടെ ആള് വേണ്ട, അർപ്പകൻ വേണ്ട. പ്രൈസലോട് പിന്നെ അർപ്പിതങ്ങൾ വേണമായിരുന്നു പഴയ നിയമ ആരാധനയ്ക്ക്. അത് ഒന്നിയിൽ പ്രൈസലോട് ഓഫറിങ്ങുകൾ. പ്രൈസലോട് എന്ന് പറഞ്ഞാൽ എന്താ? അത് കാളയെ കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രൈസലോട് ആടിനെ കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രാവിനെ കൊടുക്കണം, പിന്നെ എന്തെങ്കിലും പ്രൈസലോട് അല്ലെങ്കിൽ ഭോജനയാഗത്തിനുള്ളതാണെങ്കിൽ അത് കൊടുക്കണം. അതൊക്കെ കൊണ്ടു ചെന്നെങ്കിൽ ആരാധന നടക്കുന്നേ. പുതിയ നിയമത്തിൽ ഒരു റിയാൽ നിനക്ക് സ്വോത്രാഴ്ച ഇടാൻ ഇവിടെ ഇല്ലെങ്കിലും പ്രൈസലോട് നല്ലൊരു ജോഡി വസ്ത്രം ധരിച്ചുകൊണ്ട് വരാനില്ലെങ്കിലും നിന്നെ മാത്രം മതി കർത്താവിന് നിന്നെ മാത്രം മതി. പ്രൈസലോട് ഹല്ലേലൂയ. നിന്നെയാണ് അർപ്പകൻ. പ്രൈസലോട് നീയാണ് ദൈവസന്നിധിയിൽ അർപ്പിത വസ്തുവും അർപ്പകനും ഒന്നാകുന്നതാണ് പുതിയ നിയമാരാധന. ഇവരാലയത്തിൽ വസിച്ചത് പ്രൈസലോട് ഇതിൻ്റെ തിരുനിവാസത്തിൻ്റെ ആ മനോഹാരിത ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ പറയട്ടെ, നമുക്ക് എവിടെ വരാൻ കഴിഞ്ഞു? വല്ലപ്പോഴും തുറക്കുന്ന ആ ആലയത്തിൻ്റെ തിരുനിവാസത്തിൻ്റെ തേജസ് ഒന്ന് കാണാൻ അങ്ങ് പ്രാകാരത്തിൽ നിന്നവർക്ക് ഇവിടെ ഇപ്പോൾ കൃപാസനത്തോളം അടുത്ത് വന്ന് കർത്താവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചതിനാണ് സ്തോത്രം. ഇനി വേറൊരു കാര്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എവിടെ ആരാധന നടത്തേണ്ടിയിരുന്നേ? അയ്യോ, പ്രൈസലോട് ആരാധന നടക്കണമെങ്കിൽ ആരെങ്കിലും പറയും ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് അങ്ങ് കൂട്ടായ്മ. ഒക്കത്തില്ല. അങ്ങ് പോകണം, യെരുശലേം ദൈവാലയത്തിൽ പോകണം. ആ ദൈവാലയത്തിൽ ചെല്ലാതെ ആരാധന നടക്കത്തില്ല. അതിനൊരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു. ആരാധനയ്ക്കൊരാലയം ഉണ്ടായിരുന്നു, അവിടെ നടക്കത്തുള്ളൂ. അല്ലാതെ കാണുന്നിടത്തൊക്കെ പോയിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലോ ഇവിടേക്ക് വന്നപ്പോഴോ അങ്ങ് പ്രൈസലോട് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ. മഞ്ഞിൻ മലയിലും കുന്നിൻ ചരിവിലും കടലും കായലും മുത്തമിടുന്ന തീരപ്രദേശങ്ങളിലും സമതലങ്ങളുടെ മാറിടങ്ങളിലും ഗുഹകളിലും വനാന്തരങ്ങളിലും വഴിയോരങ്ങളിലും ജയിലറകളിലും ഇതുപോലെയുള്ള ചെറിയ വീടുകളിലും എന്ന് തുടങ്ങി വേണ്ടില്ല പ്രൈസലോട് കിട്ടുന്ന സ്ഥലത്തൊക്കെ കർത്താവിനെ ആരാധിക്കാൻ, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും മാത്രമല്ല ഹല്ലേലൂയ പ്രൈസലോ ദൈവം തരുന്ന എല്ലാ സ്ഥലത്തും ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഇതാണ് പുതിയ നിയമ ആരാധന. ആലയത്തിൽ അവർ വസിച്ചെങ്കിലും നമ്മൾ ആലയമായി തീരുകയായിരുന്നു. പഴയ നിയമത്തിൽ അവർ ആലയത്തിൽ വസിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ ആരാ ഇവിടെ? ദൈവത്തിൻ്റെ ആലയമായി തീരുകയാണ്. പ്രൈസോ, മനസ്സിലായ ദൈവമൊക്കെ ഞാൻ സ്തോത്രം ചെയ്തു. ഞാൻ മുഖവരയിൽ അത്രയും പറഞ്ഞ് പെട്ടെന്ന് മുന്നോട്ട് വരാം. ആമേൻ. ആലയത്തിൽ വസിച്ചവരാണ് എന്ത് അനുഭവിക്കേണ്ടി വന്നത്? കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്. ആരെങ്കിലും പറഞ്ഞ് നിന്റെ കൃപയില്ലായ്മയെ പ്രാർത്ഥനയില്ലായ്മ കുറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം. സ്തോത്രം, എവിടെയോ കുറവുണ്ട്, കളിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതാ, കള്ളത്തരമേ കയ്യിലുള്ളൂ, ഇതൊക്കെ പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചെന്ന് വന്നേക്കാം. എന്നാൽ പറയണം, കർത്താവേ പ്രൈസലോട് ഹല്ലേലൂയ, ആലയത്തിൽ വസിച്ചവർക്കൊരു കണ്ണീരുണ്ടെങ്കിൽ ആ കണ്ണീരിനെ മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊരു കണ്ണീരുമില്ലെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു പറഞ്ഞാട്ടെ. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊരു കണ്ണീരുമില്ല. രണ്ട്, നിത്യം സ്തുതിക്കുന്നവരായിരുന്നു ഇവർ ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു. ഇവരുടെ വായിൽ വല്ലപ്പോഴും പാട്ടും പ്രാർത്ഥനയും ഉണ്ടെന്നല്ല, വീട്ടിൽ എന്നും കുടുംബ പ്രാർത്ഥനയുള്ളവരാ, എന്നും ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു. നമ്മൾ ചോദിക്കുക, കർത്താവേ ഹല്ലേലൂയ, അവനൊന്നും വന്ന വാ പോലും പൊളിക്കാതിരിക്കുക, അവനൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചേക്കാം. എന്നാൽ ഇത് പകൽക്കാലം പറയട്ടെ, നിത്യം സ്തുതിക്കുന്നവന് കണ്ണുനീരുണ്ട്. ഹല്ലേലൂയ പ്രൈസ്. നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവൻ്റെ ജീവിതത്തിൽ കണ്ണീരിൻ്റെ അനുഭവം വരികയാ. പ്രൈസലോ. നമ്മളാണെങ്കിൽ നിരാശപ്പെട്ടു പോകും, അല്ലെങ്കിൽ വേദനിച്ചു പോകും, ആമേൻ, സങ്കടപ്പെട്ടു പോകും. കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ കണ്ണീര്? പാടാഞ്ഞിട്ടാണോ, പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ, ആരാധിക്കാഞ്ഞിട്ടാണോ? ആമേൻ. എൻ്റെ ജീവിതത്തിലെ കണ്ണീര് എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, ദൈവത്തിന് പറയാനുണ്ട്, ഇതിനകത്ത് എനിക്കൊരു ഉദ്ദേശമുണ്ട്.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം കാണാൻ കഴിയുന്നത് ബലം നിന്നിലുള്ളവനായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരു മഹത്വവും താൻ എടുത്തില്ല. എല്ലാ ബലവും ആരുടെ കൊടുത്തിരുന്നു? ദൈവത്തിന് കൊടുത്തിരുന്നു. കർത്താവേ, ബലം നിന്നിലുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ ജീവിതത്തിലാണ് കണ്ണുനീർ താഴ്വരയിൽ കൂടി. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വരാത്തവരല്ല, എൻ്റെ വിഷയം അതാണ്. പ്രശ്നങ്ങളെ മാറ്റുന്നവർ, അല്ലെ പരിസ്ഥിതികളെ മാറ്റുന്നവർ, സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്ത് പ്രോബ്ലങ്ങളെ ചേഞ്ച് ചെയ്യുന്നവർ. ഈ പ്രശ്നങ്ങളോട് 3 വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ആളുകളിൽ ഉണ്ടാകുന്നത്. 3 വിധത്തിലുള്ള പ്രതികരണം. ഒന്ന് ശ്രദ്ധിക്കണേ. 3 വിധം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിങ്ങളുടെ മനസ്സിൽ കിടക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രൈസ്. എന്താ പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ എന്തോ പ്രസംഗിച്ചു കൊള്ളായിരുന്നെന്ന് പറഞ്ഞു പോകല്ലേ. പ്രൈസറോടെ എൻ്റെ പ്രസംഗം നിങ്ങളുടെ മനസ്സിൽ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. സ്തോത്രം. പല വിഷയങ്ങളുടെ അവതരണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ നേരം നന്നേ വൈ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയാനിടയാകുന്നത്. സ്തോത്രം. നിങ്ങളുടെ മനസ്സിൽ അത് കോറിയിടണം. ഇവിടെ ശ്രദ്ധിച്ചേ, 3 വിധ പ്രതികരണങ്ങളാണ് ആളിലുള്ളത്. ഒന്ന്, പ്രൈസറോടെ പ്രശ്നങ്ങളോട് പിണങ്ങുന്ന ആളുകളുണ്ട്. പ്രശ്നങ്ങളോട് അങ്ങ് പിണങ്ങും, എഗനിസ്റ്റ് ആയിത്തീരുക. പ്രൈസലോട് പ്രോബ്ലംസിനോട് അങ്ങ് എഗനിസ്റ്റ് ആയിത്തീരുക. പ്രൈസലോട് അല്ലെ, അതിനിടങ്ങ് എതിർക്കുന്ന ആളുകൾ. പ്രൈസലോട്. രണ്ടാമതൊരു കൂട്ടർ അതിനോട് അങ്ങ് ഇണങ്ങുന്ന ആളുകളുണ്ട്. പ്രോബ്ലംസിനോട് അങ്ങ് ഇണങ്ങുന്ന ആളുകൾ. മൂന്നാമത് ഒരു കൂട്ടറുണ്ട്, അവർ പ്രോബ്ലംസിനെ ചേഞ്ച് ചെയ്യുന്നവരാണ്. നമുക്കൊന്ന് ചിന്തിക്കാം. ബൈബിളിൽ ഇതിനുള്ള ഉദാഹരണങ്ങളുണ്ട്. അത് നമുക്കൊന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. സാഹചര്യങ്ങളോട് പിണങ്ങിയ ആളുകൾ. സാഹചര്യങ്ങളോട് പിണങ്ങിയത്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പോയി ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ അവർക്കുണ്ടായ പ്രശ്നങ്ങളിലൊക്കെ അവർ ദൈവത്തോട് പിറുപിറുക്കാൻ തുടങ്ങി. കണ്ടില്ലേ? എന്ത് ചെയ്തു? ദൈവത്തോട് പിറുപിറുക്കുകയാണ് ചെയ്തത്. സ്തോത്രം, ഹല്ലേലൂയ. അവര് മരുഭൂമിയിൽ ഉടനീളം അവർക്കുണ്ടായ ഓരോ സാഹചര്യങ്ങളിലും വെള്ളം കിട്ടാതെ വന്നപ്പോൾ ദൈവത്തെ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നു. പ്രൈസലോട്. ഇറച്ചി ഇല്ല, പ്രൈസ്. മന്ന കിട്ടിയപ്പോൾ സന്തോഷം, മന്ന കുറച്ച് കൂടിപ്പോയപ്പോൾ പിന്നെ അത് പ്രശ്നം. പ്രൈസ്. ഇറച്ചി കിട്ടി വല്ലിനിടയിൽ ഇരിക്കുമ്പോഴും പ്രശ്നം. പ്രൈസലോട്. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവരങ്ങ് പിണങ്ങുക, കിട്ടുന്നതിനെല്ലാം പിണങ്ങുക, ദൈവത്തെ കുറ്റം പറയുക, മോശയെ കുറ്റം പറയുക, കല്ലെറിയാൻ നോക്കുക. ഇവരെപ്പോഴും ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യത്തിനും അങ്ങ് പിണങ്ങുക. പഞ്ചാബികളുടെ കൂടെ ഞാൻ കുറേ കാലം ജീവിച്ചത്. 5-6 വർഷം പഞ്ചാബിൽ കർത്താവിൻ്റെ വേല ചെയ്തതാണ്. അവർ പ്രൈസലോട്, ഹല്ലേലൂയ, നല്ല ചൂടെന്ന് പറഞ്ഞ് ഒരു ചീത്ത പറയും. പ്രൈസലോട്, ഹല്ലേലൂയ. നല്ല തണുപ്പാന്ന് പറഞ്ഞാലും ഒരു ചീത്ത പറയും. പ്രൈസലോട്, ഹല്ലേലൂയ. ആമേൻ. എന്തോ പറഞ്ഞാൽ അതിൻ്റെ കൂടെ അറ്റത്തൊരു അസഭ്യ വാക്ക് അവർ ചേർക്കാറുണ്ട്. സ്വപ്നജാനൊക്കെ അറിയായിരിക്കാം. പ്രൈസലോട്. ഇങ്ങനെ അവരുടെ സ്വഭാവം. പ്രൈസ്. എന്തോ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് പ്രൈസലോട് അളിയാന്നൊരു വിളിയൊക്കെ ഉണ്ട്. പ്രൈസലോട്. ഹല്ലേലൂയ. പ്രൈസലോട്. സ്തോത്രം. അപ്പം അത് അവരുടെ ഒരു രീതിയാണ്. എന്തിനോടും പ്രൈസലോട് ഒരു വല്ലാത്ത എഗനിസ്റ്റ് മനോഭാവം. പ്രൈസ്. എഗനിസ്റ്റ് മനോഭാവം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളോട് പിണങ്ങാനല്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? എന്താ സംഭവിച്ചേ? പ്രൈസ്. ഇതിൽ ഒരൊറ്റ ഒരുത്തൻ കനാനി കാലുകുത്തിയില്ല. പ്രൈസലോ. ഒരു പനി വന്നാൽ പിണങ്ങും. പ്രൈസ്. ഒരു ജോലി പോയാൽ ദൈവത്തോടങ്ങ് പിണങ്ങും. പ്രൈസലോട്. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദൈവം എല്ലാറ്റിനും കുറ്റം, ദൈവത്തെയാകണം കുറ്റം പറയുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇനി ആരാധനയ്ക്ക് പോയിട്ട് എന്താ കാര്യം? പ്രൈസ്. ഇനി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്താ കാര്യം? ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവത്തോട് എഗനിസ്റ്റായി തീരുകയാണ്. ആത്മീയതയോടെ എതിർക്കുകയാണ്. പ്രശ്നങ്ങളെ അങ്ങ് പഴി പറയുകയാണ്. പിറുപിറുക്കുക. ഞങ്ങൾക്ക് മാത്രം ഇതൊരു കഷ്ടതയാ, ഇതൊരു വല്ലാത്ത കഷ്ടതയാ, അയ്യോ തൊലഞ്ഞ. ചിലരങ്ങനത്തേക്ക് ചത്താ മതി എന്ന് തുടങ്ങ് പറയും. ജീവിതം പോലും അങ്ങ് വെറുക്കുകയാണ്. പിണങ്ങുന്ന ആളുകൾ എപ്പോഴും പറയുന്ന ആത്മഹത്യയെക്കുറിച്ചൊക്കെ പറയുക. ചിലരുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ആ ഒരു വാക്യമൊക്കെ എടുത്തിട്ടേക്കുന്നത് അപ്പോഴാ കിട്ടുന്ന എവിടുന്നേയോ ഒരു സങ്കടം പിടിച്ച വാക്യം. എന്തോ കാര്യം അറിയാമോ? അങ്ങ് പിണങ്ങ്. ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ അതിനെ സ്വീകരിക്കാനുള്ള ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രൈസലോട്, ഹല്ലേലൂയ, നീ ഇതിനോട് പിണങ്ങാനല്ല. പ്രൈസലോട്. നിങ്ങൾക്കറിയാമോ? പ്രൈസ്. മറ്റൊരു ഹല്ലേലൂയ ആ വ്യക്തി ഉണ്ടായിരുന്നു. പ്രൈസലോട്. എലീമേലേക്ക്. ആരാ? എലീമേലേക്കിന്റെ ഭാര്യയുടെ പേരെന്തോ? നവോമി.
ഇവർ താമസിച്ച പട്ടണത്തിൽ ഏതാ? ബേദലഹീം അപ്പത്തിന്റെ ഭവനം. അവിടെ ക്ഷാമമുണ്ടായി. ഈ നാട്ടിൽ പുറത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, പോയൊക്കെ അവിടെ വിട്ടേരെ, എടുത്തോടെ പിടിച്ചേരെ പോയേരെ. എടാ, നീ അവിടെ നിൽക്കാൻ ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു, നിന്ന് ജീവനോടെങ്കിലും ഇരിക്കായിരുന്നല്ലോ, 2 മക്കളെങ്കിലും നഷ്ടപ്പെടാതിരുന്നേനെയല്ലോ. ജീവിതത്തിലുണ്ടായ ഒരു ക്ഷാമം ഉണ്ടാകുമ്പോ ഇനി ഞാൻ അങ്ങോട്ടില്ല, ഞാൻ അവിടേക്കില്ല, എന്നെ കൂടെ പറ്റത്തില്ല, അങ്ങ് പിണങ്ങുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അവൻ എന്നെ കൊന്നാലും പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എലീമേലെക്കേ, നിന്റെ ജീവിതത്തിലെ ഈ പിണക്കത്തിന്റെ പോക്കല്ലേ കണ്ണീരോടെ 2 സഹോദരിമാർ തിരിച്ചു വരേണ്ടി വന്നത്. കുറച്ചു കാലം കൂടി ഇവിടെ പിടിച്ചു നിന്നായിരുന്നെങ്കിൽ പലരും പിടിച്ചു നിന്നു ഇവിടെ, അവരുടേതൊന്നും അന്യാധീനപ്പെട്ടു പോയില്ല, അവരുടേതൊന്നും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരനെ തിരക്കി പോകേണ്ടി വന്നില്ല. ആമേൻ. ഞാനൊരു കാര്യം പറയാം, അപ്രതീക്ഷിതമായിട്ടോ അല്ലാതെയോ ഒക്കെ ജീവിതത്തിന് നേരെ ചില സങ്കടങ്ങൾ, ചില കണ്ണീരുകൾ വന്നേക്കാം. കർത്താവേ, യോബ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നന്മ മാത്രമല്ല തിന്മയൂടെ ഹല്ലേലൂയ അനുഭവിക്കേണ്ടതല്ലയോ. വേൽക്കാലം മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. ഒന്ന് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. സാഹചര്യങ്ങളോട് പിണങ്ങാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവം തരുന്ന സാഹചര്യങ്ങളാണ്, അതിനെ പഴി പറഞ്ഞിട്ട് പോകാൻ പാടില്ല. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോയത് വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടല്ല, യാഗം നടത്താഞ്ഞോണ്ടുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് പട്ടുപോയത്? മൊത്തവും അവരുടെ പിറുപിറുപ്പ. 7 സ്ഥലത്താണ് അവർ പിറുപിറുത്തത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ നിൽക്കത്തില്ല. സാഹചര്യങ്ങൾ മാറിയും വരും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഉപ്പും മുളകും മാത്രമേ കാണത്തുള്ളൂ. ഹല്ലേലൂയ. പിണങ്ങരുത്. ദൈവസന്നിധി പിണങ്ങരുത്. ദൈവസന്നിധി പഴി പറയരുത്. ഇതെന്തൊരു കഷ്ടതയാണെന്ന് ചോദിക്കരുത്. ദൈവമേ, പ്രൈസ്, നീ ഇത്രത്തോളം നടത്തിയല്ലോ, അതിന് നന്ദി എന്ന് പറയാൻ കഴിയണം. ഇന്നലകളുടെ സന്തോഷം നാളെയുടെ ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിലും പറയണം, കർത്താവേ, ഞാൻ പിണങ്ങുന്നില്ല. അതാണ് ഒരു ദൈവവേദന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ പിണങ്ങാൻ പാടില്ല. സാഹചര്യങ്ങളോട് പിണങ്ങുന്നവർ. രണ്ടാമത്തെ കൂട്ടർ സാഹചര്യങ്ങളോട് ഇണങ്ങുന്നവരാണ്. ഏത് സാഹചര്യത്തിലും അവർ പോയി ജീവിച്ചു കളയും. എന്തുവാണെന്ന് പറഞ്ഞാൽ അവർക്ക് വിഷയമൊന്നുമല്ല. നാട് ഓടുമ്പോൾ നടുവേ ഓടണം, ഒത്താൽ ഒരു നടുത്തുണ്ടം തിന്നണം. പ്രശ്നോട് ചേരച്ചിൽ നിന്ന് നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണം. അവർക്ക് എങ്ങനെ അങ്ങ് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രൈസലോ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കുറച്ച് നാൾ പെന്തക്കോസ്തി വന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. പ്രൈസലോട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പ്രൈസലോട് അതിവിടുന്ന് ചാടി ബ്രദറിനെയും പോയി പെന്തക്കോസ്തി. പ്രൈസലോ. ഇത് അത്രയും കാലം അന്യഭാഷ പറഞ്ഞു, അവിടെ പോയി അന്യഭാഷ പറയാതിരുന്നു, അവിടുന്ന് എടുത്ത് മർത്തവമായി ചാടി. പ്രൈസലോട്. ഏത് സാഹചര്യം വരുന്ന അതിനൊപ്പം അങ്ങ് ജീവിക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രൈസലോട് എല്ലായിടത്തും കയറി ഇണങ്ങാനല്ല, ഒത്തുപോകാനുമല്ല. ഒരുത്തൻ ഇറങ്ങി തിരിച്ചതാ വീട്ടിൽ നിന്ന്. സ്തോത്രം. വിളിച്ചുകൊണ്ട് വന്നല്ല, വലിയ സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചതാ. ആമേൻ. സ്തോത്രം. വന്ന് കുറ്റി മാറ്റി അടിച്ചടിച്ച് അവസാന കുറ്റി കൊണ്ടുവന്ന് സോതോമിലടിച്ചു. അവിടെ താമസിച്ചു. അവിടെ താമസിച്ചപ്പോൾ പിന്നെ അവിടുത്തുകാരുടെ കൂടിയേ വലിയ പറ്റൂ. പട്ടണ വാതുക്കെ ചെന്നിരുന്ന് ന്യായപാലനം ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. അവിടുത്തെ സാഹചര്യമായിട്ട് ഇണങ്ങുക, അവിടുത്തെ സാഹചര്യമായിട്ട്. ഹല്ലേലൂയ. നമ്മൾ ആ സ്ഥാനത്ത് അബ്രഹാമിനെ കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അബ്രഹാം തൻ്റെ മകനായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. ആ കാലത്തെ കോടീശ്വരന്മാരിൽ കോടീശ്വരനാണ് അബ്രഹാം. ഒരു വീട് വെക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല, എന്നാൽ കൂടാരത്തിൽ പാർത്തുകൊണ്ട് കാത്തിരിക്കുമ്പോൾ ഒരുത്തം പോയി വീടും വെച്ച് എവിടൊക്കെ താമസിക്കുക? സോദോമിൽ. കിട്ടുന്നിടത്തങ്ങ് ചേരും. അവിടെ അങ്ങ് കൂടും. എവിടെ ചെന്നാലും പുള്ളി അതിനൊത്തു നിന്നോളൂ. ആമേൻ.
അതല്ല ഒരാത്മീയന്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അതല്ല. പണ്ടൊരു ചെറുക്കനെ ഇവിടെ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ നാട്ടിലൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോഴൊക്കെ അതൊക്കെ ആയി തീർന്നേ. ഹല്ലേലൂയ. ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിക്കാൻ അപ്പനും അമ്മയും കൂടെ പറഞ്ഞു വിട്ടു. നീ പോയി, അവന് ഇഷ്ടപ്പെട്ടതാ, ഒരു പട്ടിക്കുട്ടിയെ കണ്ടു, അവനെ മേടിക്കാൻ പറഞ്ഞു വിട്ടു. ഇവൻ പോയി പട്ടിക്കുട്ടിയെ വാങ്ങിക്കാൻ പോയി. പട്ടിക്കുട്ടിയെ വാങ്ങിച്ച് തിരിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് ഈ കളിസ്ഥലത്ത് പിള്ളേർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഇവൻ അവിടെ പട്ടിക്കുട്ടിയെ അവിടെ വെച്ചിട്ട് കുറച്ച് നേരം നിന്ന് ഫുട്ബോൾ കളി കണ്ടു. കുറച്ച് കുസൃതി കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ കണ്ടു പട്ടിക്കുട്ടിയെ കണ്ടുവരും. അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ പട്ടിക്കുട്ടിയെ എടുത്ത് മാറ്റിയിട്ട് പന്നിക്കുട്ടി ഒരെണ്ണത്തിന് എടുത്ത് ഈ ബാഗിൽ വെച്ചു. ഇവൻ വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ദേണ്ടടാ പന്നിക്കുട്ടി. അപ്പം ഇവനോട് വീട്ടുകാർ പറഞ്ഞിട്ട് ഇതെന്താടാ നിന്നെ പട്ടിക്കുട്ടിയെ ഇവിടെ മേടിക്കാൻ വിട്ടത്? പന്നിക്ക് വലിയ വിലയില്ലാത്ത സാധനമാണ്, പന്നി അങ്ങനെ വീടുകളിൽ വളർത്താറുമില്ല. അവർ പറഞ്ഞു നീ പെട്ടെന്ന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, ഇതിനെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കാൻ പറഞ്ഞു. ഇത് പന്നിക്കുട്ടി അല്ലെന്ന് അവൻ പറഞ്ഞില്ല, ഞാൻ പട്ടിക്കുട്ടിയെ മേടിച്ചു. അവൻ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഈ കളി കാണുക. ഈ ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ വലിയ ഹരമാണ്. അവൻ വീണ്ടും അവിടെ വെച്ചേച്ച് കളി കണ്ടുകൊണ്ടിരുന്നു. ലവന്മാരെന്ത് ചെയ്തെന്ന് അറിയാമോ? പ്രൈസ് വന്ന് പന്നിക്കുട്ടി എടുത്ത് മാറ്റിച്ച് വീണ്ടും പട്ടിക്കുട്ടി അതിനകത്ത് വെച്ചു. കടക്കാരൻ്റെ അടുത്ത് ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ദേണ്ടടായിരിക്കുന്ന പട്ടിക്കുട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവനാകെ സങ്കടമായി. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. അവസാനം ഇവനങ്ങ് സങ്കടപ്പെട്ടു. അവസാനം ഇവൻ ഹല്ലേലൂയ പ്രൈസ് വീട്ടിൽ ചെന്ന് പ്രൈസ് ദി ലോർഡ് കടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് 3-ാമത്തെ പ്രാവശ്യം തിരിച്ചും മറിഞ്ഞു ഓടിയിട്ട് കടക്കാരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. കടക്കാരൻ പ്രൈസ് പട്ടിക്കുട്ടിയോട് നോക്കിക്കൊണ്ട് പറയും, പട്ടിക്കുട്ടി ഒന്നി നീ വീട്ടിലും പട്ടിക്കുട്ടിയാകണം, അല്ലെങ്കിൽ കടയിലും പട്ടിക്കുട്ടിയാണ്, അല്ലെങ്കിൽ നീ വീട്ടിലും പന്നിക്കുട്ടിയാകണം, പ്രൈസ് അല്ലെങ്കിൽ കടയിലും പന്നിക്കുട്ടിയാണ്. എന്നെ ഇട്ട് കുരുക്കല്ലേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഈ കൂടുന്നിടത്ത് കൂടി പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഏതെങ്കിലും ഒന്നായേ പറ്റൂ. അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ നെറ്റിയും നെഞ്ചും കൊടുത്ത് ഈ സുവിശേഷ രണാങ്കണത്തിൽ ഇറങ്ങിത്തിരിച്ചത് എല്ലായിടത്തും എല്ലാത്തിനും കൂടാനുള്ളവനല്ല. ഒരു വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കേണ്ടവനാണ്. അങ്ങ് ഇണങ്ങുക എല്ലാത്തുമായിട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിഗ്രഹാർപ്പിതവും തിന്ന് ആ അശുദ്ധമായതും ചെയ്ത് പ്രൈസ് ദി ലോർഡ് പാപപ്രവർത്തികളും ചെയ്ത് അവിടെയും കൂടി ഇവിടെയും കൂടി വിശ്വാസത്തിലുണ്ടോ, പ്രാർത്ഥനയിലുണ്ടോ, ആരാധിക്കണയിലുണ്ടോ, എല്ലാറ്റിടത്തും പുള്ളിയുണ്ട്. എല്ലാവരുമായിട്ടും അങ്ങ് ഇണങ്ങും. ഞാനൊരിക്കൽ എൻ്റെ സഭയിൽപ്പെട്ട ഒരാൾ ഒരു ഞായറാഴ്ച കണ്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രൈസ് ദി ലോർഡ് എന്താ ഇനി കഴിഞ്ഞ ഞായറാഴ്ച വരാഞ്ഞെന്ന് ചോദിച്ചു. അതെ ഒരു കാര്യമുണ്ട്, എൻ്റെ ആ കൂട്ടുകാരൻ ലവനുണ്ടല്ലോ പ്രൈസ് ദി ലോർഡ്, ഉണ്ട്. അവൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീട്ടിലെ കൂട്ടായ്മ വെച്ചപ്പോൾ പ്രാർത്ഥന വെച്ചപ്പോൾ വന്നായിരുന്നു. അവരെല്ലാവരും കൂടെ വന്നായിരുന്നു. ഇന്നലെ അവരുടെ വീട്ടിൽ പ്രൈസ് ദി ലോർഡ് ഈ ശബരിമല പോകുന്നതിൻ്റെ ഭജനയും പരിപാടിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവൻ വന്നപ്പോൾ പിന്നെ അവരെല്ലാവരും ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ നമ്മൾ അങ്ങോട്ടും പോകണ്ടായിരുന്നു തോന്നുന്നു. പോയിച്ച് വന്നിരിക്കുമോ എൻ്റെ അടുത്തോട്ട്. പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങ് ഇണങ്ങുക എല്ലാവരും. നിന്റെ വിശ്വാസം വിട്ടിട്ട്, നിന്റെ പ്രമാണം വിട്ടിട്ട്, നിന്റെ വിശുദ്ധി വിട്ടിട്ട്, നിന്നിലുള്ള ദൈവകൃപ നഷ്ടമാക്കിയിട്ട് ഇണങ്ങേണ്ടവനല്ല നീയോ. അത് ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടമാകില്ല, നമ്മൾ പാടില്ലേ, എല്ലാം നഷ്ടമാകിലും പൊന്നേശുവേ പാടാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സാഹചര്യങ്ങളോട് ഇണങ്ങുന്നവരല്ല. 3 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സാഹചര്യങ്ങളോട് ഇണങ്ങിയ വ്യക്തിയായിരുന്നു ലോത്ത്. തകർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. പലരും അങ്ങനെ ഇണങ്ങിയവരുണ്ട്, അവരെല്ലാം തകർന്നു പോയി. 3ാമത് സാഹചര്യങ്ങളെ മാറ്റുന്നവർ, അല്ലെങ്കിൽ പ്രോബ്ലംസിനെ മാറ്റുന്നവർ. പ്രൈസ് അതാണ് നമ്മളായിരിക്കുന്നത്. ഇവരിവിടെ നോക്കിക്കേ, കണ്ണുനീർ താഴ്വരെ എന്താക്കി തീർക്കുക. അതാണ് വിഷയം. കണ്ണീർ താഴ്വരയെ പ്രൈസ് ദി ലോർഡ് പിണങ്ങി കണ്ണീർ താഴ്വരയെന്ന് ഓടിപ്പോയിട്ടില്ല. കണ്ണീർ താഴ്വരെ പോയിരുന്നു കുത്തിയിരുന്ന് കരഞ്ഞ് അതിനോട് അനുകൂലപ്പെട്ടുമില്ല. അവിടെ കരച്ചില്ല, നമ്മോട് കൂടി ഇരുന്ന് കരഞ്ഞേക്കാവെന്നല്ല പറഞ്ഞേ. പ്രൈസ് കണ്ണീർ താഴ്വരെ എന്താക്കി തീർത്തു? ജലാശയം ഡൈവേർട്ട് ചെയ്തു. പ്രൈസ് അതിനെ രൂപാന്തരപ്പെടുത്തി. പ്രൈസ് ഹല്ലേലൂയ. അതിനെ മാറ്റിയെടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം നീ ചേഞ്ച് ചെയ്യുന്നവനായിരിക്കും. ഇന്ന് പകൽക്കാലത്ത് എൻ്റെ ചിന്ത അതാണ്, നിങ്ങൾ ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ചേഞ്ചിന് വേണ്ടിയാണ് കർത്താവ് നിന്നെ നിയോഗിച്ചത്. നീ ദൈവത്തെ സേവിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് നിന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ, നിന്റെ പ്രശ്നങ്ങളെ നേരിടാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ നിന്റെ ദൈവം പിന്നെ ആരാ? ആ പ്രോബ്ലംസിനെ നീ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹിന്ദി പറഞ്ഞ സാമിന കാരണം എന്തുവാ? പ്രൈസ് ദി ലോർഡ് നേരിടാൻ.
നേരിടാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ. ഈ ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശുവിനെ പിടിക്കാൻ എല്ലാവരും കൂടെ കയറി വരുന്നത് കണ്ടിട്ട് യേശു പറഞ്ഞു, എടാ കുറേ എണ്ണം വരുന്നുണ്ട്, ഓടിക്കൂ, അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഗത്സമന തീരത്ത് വെച്ച് കണ്ടേക്കാമെന്ന് പറഞ്ഞോ? ഇല്ല. യേശു പറഞ്ഞു, വരുവീൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നേരെ അവരുടെ നേരെ ഇറങ്ങിച്ചെന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? ഞാനാണെന്ന് പറഞ്ഞു. എനിക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ, എന്തോ ഒരു ധൈര്യമാണെന്നറിയാമോ. കാര്യം പ്രശ്നങ്ങളുടെ നേരെ ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യമുള്ള ഒരാൾ എൻ്റെ യേശു അല്ലാതെ മറ്റാരുമില്ല. ഹല്ലേലൂയ. ആ കർത്താവിനെ സേവിക്കുന്ന ദൈവപൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. പകലന്തിയോളം പ്രസംഗിച്ച് നടന്ന 2 കർത്തൃ ശിഷ്യന്മാരെ പ്രീസോ കൈത്തോക്കില്ലാത്ത പ്രീസറോട് കടാരയില്ലാത്ത, ഹല്ലേലൂയ, പ്രീസോ കഞ്ചാവ് കൈവശമില്ലാത്ത, പ്രീസോ യാതൊന്നും കൈകളിലില്ലായിരുന്നിട്ടും പ്രീസോ അവരെ കനത്ത കാവലിന് നടുവിൽ കൽത്തുറങ്കിൽ അടച്ചിരിക്കുകയാണ്. കയ്യിൽ കയ്യാമം വെച്ചിരിക്കുകയാണ്, കാലിൽ കാൽച്ചങ്ങലകൾ ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദേ അകത്ത് കിടക്കുന്ന അർദ്ധരാത്രിയിൽ കൈച്ചങ്ങല വെച്ച് കയ്യാമം വെച്ച് കനത്ത കാവലിന് നടുവിൽ ആ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട കർത്തൃ ശിഷ്യന്മാർ ആ രാത്രിയിൽ അവിടെ കിടന്ന് അലറിക്കരഞ്ഞ് നിലവിളിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂടെ സ്വസ്ഥതയില്ലാതാക്കിയെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്തായാലും ഇതിനകത്ത് കിടക്കുക. ഇനിയിപ്പോൾ ഇവിടെ കാണും കിടന്ന് ഉറങ്ങാൻ നോക്കുക. കൈ അവിടെ കിടക്കട്ടെ, കാല് ഇവിടെയും കിടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കെട്ടിയതല്ലോ, ഇനി അനക്കാതിരുന്നു എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങിയെന്നാണ് ഇവിടെ കാണുന്നത്. പ്രൈസ് അല്ല, ആ കാരാഗ്രഹത്തെ ഒരു ആരാധനാലയമാക്കി മാറ്റി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുന്നുണ്ടോ നിനക്ക്? അതോ അവിടെ കിടന്ന് അതിനോട് അനുരൂപപ്പെട്ട് ഇനി എന്തായാലും കുറച്ചു കാലം ഇവിടെ കിടക്കണം? ചിലർക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ കിടന്ന് അങ്ങ് ചാകാൻ കിടക്കുന്ന പോലെ കിടക്കുന്നത്. എന്നാൽ ഇവിടെ പൗലോസും സീലാസും ആ കാരാഗ്രഹത്തെ മാറ്റി. അന്ന് രാത്രി ഒരുത്തനെ സ്നാനപ്പെടുത്തി, കുടുംബത്തെ സ്നാനപ്പെടുത്തി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോഴത്തേക്ക് അവർ ആ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇന്ന് രാത്രി പകൽക്കാലം മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിന്റെ സാഹചര്യങ്ങളെ നിനക്ക് ചേഞ്ച് ചെയ്യണം. വെളിച്ചത്തിൽ ഇരിക്കുന്നവൻ അകത്ത് അന്ധകാരത്തിൽ ഇരുട്ടിൽ പിടിച്ചിട്ട ഇവരോട് ചോദിക്കുക, യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ എന്തോ ചെയ്യണം? കാരാഗ്രഹത്തിനകത്ത് വെളിച്ചം കണ്ട് അങ്ങോട്ട് കയറി ചെന്നു. എടാ, സകല എണ്ണോ കാരാഗ്രഹത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനാ നോക്കുന്നേ. വേണ്ട, ജയിൽ വാർഡൻ അങ്ങോട്ട് കയറി ചെന്നേ. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, നിന്നെ അകത്തിട്ടവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പുറത്ത് നിൽക്കുകയാണെങ്കിൽ അവനെ അകത്ത് കൊണ്ടുവരുന്നതിന്റെ പേരാ ചേഞ്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനോട് കെഞ്ചിയില്ല, എന്നെ ഒന്ന് അഴിച്ചുവിടാമോ എന്ന് കെഞ്ചിയോ, എന്റെ ചകലെ ഒന്ന് അഴിക്കാമോ എന്ന് ചോദിച്ചില്ല. അവൻ പ്രൈസ് ദി ലോർഡ് അകത്തോട്ട് കയറി ചെല്ലുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഹല്ലേലൂയ ഈ നാടിനെ ചേഞ്ച് ചെയ്യാൻ, നിന്റെ പ്രശ്നങ്ങളെ ചേഞ്ച് ചെയ്യാൻ, നിന്റെ ഭാവിയെ ചേഞ്ച് ചെയ്യാൻ, നിന്റെ ബുദ്ധിമുട്ടുകളെ ചേഞ്ച് ചെയ്യാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ ചേഞ്ച് ചെയ്യുന്നവരായിരിക്കണമെന്ന്? എന്നെ കുറിച്ച് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനെ ചേഞ്ച് ചെയ്യാനാണ് ദൈവം എന്നെ വിളിച്ചതെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പറയട്ടെ. കർത്താവ് നമ്മളെ കുറിച്ച് ഹല്ലേലൂയ നീ ചേഞ്ച് ചെയ്തേ മതിയാകത്തുള്ളൂ. അത് കയ്യാമോ ഉണ്ടെന്ന് വിഷയമല്ല, കാഴ്ചക്കല ഉണ്ടെന്ന് വിഷയമല്ല, കനത്ത കാവലാണെന്നുള്ള വിഷയമല്ല, കൽത്തുറക്കാണെന്നുള്ളത് വിഷയമല്ല. ആ രാത്രിയിൽ കയ്യാമം അഴിച്ചു, കാൽച്ചങ്ങല അഴിച്ചു, കനത്ത കാവല് തുറന്നു. ആ രാത്രിയിൽ അകത്തിട്ടവനെ മുക്കി. ഇതെവിടെ നടക്കും? നിന്റെ ദൈവം അതാണെന്ന് പറ. ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏത് പ്രശ്നങ്ങളെയും ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ദൈവമാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എത്ര വിഷയങ്ങൾ എനിക്കറിയാമെന്നറിയാമോ? എത്ര പ്രശ്നം. നിന്നെ ആരെങ്കിലും ഓടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഓടും, നീ ഓടത്തില്ല.
ധൈര്യത്തോട് പറഞ്ഞ്, നീ നിൽക്കുന്ന സ്ഥാപനത്തിലോ മറ്റേതെങ്കിലും എടുത്തോ, നിന്നൊക്കെ പാര പണിതിട്ടുണ്ടെങ്കിൽ, നിന്നെ ഓടിക്കാൻ നോക്കുന്നവനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, പ്രൈസ് ലോർഡ്, ഞാൻ ഓടത്തില്ല, അവൻ ഓടും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ പേടിച്ച് നീ ഓടാൻ പോയാൽ നീ ഓടിക്കൊണ്ടേ ഇരിക്കും. എന്നാൽ നീ അവനെ ഓടിച്ചാൽ നീ അവിടെ നിൽക്കും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിശ്ചയം ചെയ്യുക. വീട്ടിൽ ചേഞ്ചിങ് ഉണ്ടാകണം, ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം. മാറ്റത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറുണ്ട്. എന്നെ ചേഞ്ച് ചെയ്യണേ കർത്താവ്. പ്രശ്നങ്ങളെ നേരിട്ട് അവയെ മാറ്റാനുള്ള കൃപ എനിക്ക് തരണേ. മാറ്റത്തിന് വേണ്ടി എന്ത് ചെയ്യണം? മാറ്റത്തിന് വേണ്ടി നിങ്ങൾ മാറണം, നിങ്ങളുടെ മനസ്സ് മാറണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മാറാതെ നമ്മുടെ പ്രശ്നം മാറത്തില്ല. പാസ് എത്ര പ്രാർത്ഥിച്ചാലും തലവേദന മാറത്തില്ല, നിങ്ങളുടെ മനസ്സ് മാറാതെ. തലവേദന മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ മതി, പാസ് ഒന്നും പ്രാർത്ഥിക്കണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഞാൻ സകലത്തിനും മതിയായവൻ. എന്നെ കൊണ്ട് ഒക്കാത്ത ഒന്നുമില്ലെന്നേ, അതാ വിഷയം. എത്ര പേർക്ക് ഇന്ന് പേർക്കാരും മനസ്സിലാവുന്നുണ്ട്? മനസ്സിലായോ? സ്തോത്രം. നമ്മളെ കൊണ്ട് ഒക്കാത്തത് ഒന്നുമില്ലെന്ന് പറയണം. മാറ്റാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അതിന് മറ്റാരെയുമല്ല നിയോഗിച്ചിരിക്കുന്നത്. ദേ 2 പിള്ളേരെ പിടിച്ചു കെട്ടി, പിടിച്ചു കെട്ടി, വലിയ ആഴിയിൽ തീ കൂട്ടി. 3 പിള്ളേരെ പിടിച്ചു. അവരലറിക്കരഞ്ഞ് നിലവിളിച്ച്, ഞങ്ങൾ കെട്ടം കഴിച്ചേര്, ഞങ്ങൾ ബിംബത്തെ നമസ്കരിച്ചോളാമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ബിംബത്തെ നമസ്കരിച്ചോളാമെന്നവർ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും എന്തായാലും അവന്മാരുടെ പിടിച്ചുകൊണ്ട് തീയിലിടും, അതിന് മുമ്പ് നമുക്ക് ആത്മഹത്യ ചെയ്തേക്കാമെന്നും പറഞ്ഞില്ല. അതും പറഞ്ഞില്ല. ഇണങ്ങാനും പോയില്ല, പിണങ്ങാനും പോയില്ല. അവർ നേരെ തീച്ചൂളയിലേക്ക് ചെന്നു. അവരെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ എഴുതി, അവർ തീയുടെ ബലം കെടുത്തി. തീയുടെ ബലം, തീ കത്തിക്കൊണ്ടിരിക്കുക, അതിന് ബലമില്ലാതായിപ്പോയി. ആ ഭാഷയൊന്നും നമുക്ക് മനസ്സിലാവുന്നല്ല അല്ലേ? തീയെ തൊട്ട പൊള്ളുന്നില്ല. അവർക്ക് വേണ്ടി മാത്രം, കൊണ്ടിട്ടവർക്ക് കിട്ടിയില്ല. നീ ചേഞ്ച് ചെയ്യുക. തീക്ക് പൊള്ളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിന്നോടുള്ള ബന്ധത്തിൽ തീയുടെ ആ സ്വഭാവം മാറ്റി. സ്വോത്രം. ഇത് മനസ്സിലായവർ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് ഇങ്ങനൊന്നും സ്വോത്രം പറഞ്ഞാൽ പോരാ. മനുഷ്യരെ ചുട്ടുകൊല്ലുന്ന ചാമ്പലാക്കുന്ന തീയുടെ ആ സ്വഭാവമുണ്ടല്ലോ, ആ ക്യാരക്ടർ, ആ തീയുടെ സ്വഭാവത്തെ അങ്ങ് ചേഞ്ച് ചെയ്തു. തീ പോലെ എന്തോ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, വെളിച്ചമുണ്ട്, വലിയ വെളിച്ചമൊക്കെ ഉണ്ട്. എന്നാൽ ഇവർക്കൊന്നും ഇവരുടെ തലമുടിക്കോ, അതാ എനിക്ക് വലിയ രസം, അവരുടെ തലമുടി പോലും കരിഞ്ഞില്ല. കൊണ്ടിടാൻ പോയവർ അതിനടുത്ത് എന്ന് കാണത്തില്ല, ദൂരെ നിറഞ്ഞതേ ഉള്ളൂ. തീ ഇങ്ങോട്ടൊന്ന് വീശിക്കാണും, അവർ ചാമ്പലായിപ്പോയി. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ചേഞ്ച് ചെയ്യുന്നവനാണ്. തീയുടെ ബലം കെടുത്തി. ഇതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാത്രമല്ല, സിംഹങ്ങളുടെ വായ അടച്ചു. ഒരുത്തനെ പിടിച്ച് കെട്ടി സിംഹക്കുഴിയിലിടുക. സിംഹക്കുഴി എന്ന് പറഞ്ഞാൽ കെട്ടിക്കിളത്തിയ കിണർ പോലെയുള്ള ഒരു സ്ഥലം. കിണറെന്ന് പറഞ്ഞാൽ ചെറിയ കിണറല്ല, വിശാലമായി പ്രൈസിലുള്ള ഒരു സ്ഥലമാണ്. അതിനകത്ത് ധാരാളം സിംഹങ്ങളെ ഇട്ടിരിക്കും. അവിടേക്ക് ഈ മനുഷ്യനെ എടുത്തിട്ടിരിക്കുക. ഒരു സിംഹമല്ല, സിംഹങ്ങളെന്നാണ് എഴുതിയിരിക്കുന്നത്. സിംഹങ്ങൾ അവിടേക്ക് എടുത്തിടുന്നതിന് മുമ്പ് ഹല്ലേലൂയ, ദാനിയേൽ ഒന്നും പറഞ്ഞില്ല. ദാനിയേൽ ഒന്നും മിണ്ടിയില്ല. അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 3 നേരം പ്രാർത്ഥിക്കുന്നവൻ 3 നേരം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. എന്നാൽ അവനൊരു കാര്യം ചെയ്തു, ആ സാഹചര്യം വായടച്ചു. സിംഹങ്ങളുടെ വായടച്ചു. ഇപ്പോൾ വായില്ലാതെ എന്ത് ചെയ്യാനാ? ഞാൻ എൻ്റെ ചിന്ത, സിംഹങ്ങളെല്ലാം കൂടി ഇങ്ങനെ നിരന്ന് കിടന്ന് കാണും, അതിൻ്റെ മണ്ടയ്ക്ക് കിടന്ന് അവൻ ഉറങ്ങിക്കാണും. തറയെ കിടന്നില്ല ദാനിയേൽ. ഞാനങ്ങ് ഭാവനയെ പറയുക, ദാനിയേലിന് തല വെക്കാൻ സിംഹം, കാല് വെക്കാൻ സിംഹം. ആര് മാറ്റി സാഹചര്യത്തെ? ദാനിയേൽ മാറ്റി.
ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അലറി അടുക്കുന്ന പ്രശ്നങ്ങളെ, നിന്നെ കടിച്ചു കീറി വലിച്ചു കീറാൻ അടുക്കുന്ന പ്രശ്നങ്ങളെ നീ നിന്റെ കാൽ കീഴിൽ അമർത്തും. പറഞ്ഞാട്ടെ പ്രൈസ് ദി ലോർഡ്. അത് നിന്റെ ഓഫീസിലാണെങ്കിലും നിന്റെ ജീവിതത്തിലാണെങ്കിലും നിന്റെ നേരെ അലറി അടുക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഹല്ലേലൂയ, കടിച്ചു കീറാൻ വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, തലവേദനയായ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെ നീ കീഴടക്കുമെന്ന്. ഓ നിന്റെ മുൻപിൽ ഒരു മല പോലെ ഉയർന്നു നിൽക്കുന്ന ആ വലിയ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതിനെ നീ ചേഞ്ച് ചെയ്യാതെ. ഹല്ലേലൂയ. നീ വിചാരിച്ചോ നീ ഇതുകൊണ്ട് തീർന്നു പോകുമെന്ന്? ഇല്ല. പറഞ്ഞേ, ഞാനതിനെ ചേഞ്ച് ചെയ്യും, ഞാനതിനെ മാറ്റും. ഹല്ലേലൂയ. നിന്നെ ഒരു രോഗിയാക്കി തീർത്ത്, ഹല്ലേലൂയ, അവസാനം വരെ ഒരു രോഗിയാണെന്ന് പറഞ്ഞ് രോഗത്തിന്റെ അനുതാപവും മറ്റുള്ളവരുടെ സഹതാപവും പിടിച്ചു പറ്റാനല്ല. ഇന്ന് പകൽക്കാല കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ അതിനെ ചേഞ്ച് ചെയ്യാ. കാലം പറ, എനിക്കാരുടെയും സഹതാപമല്ല വേണ്ടത്, നിങ്ങളുടെ പ്രാർത്ഥന മതി, നിങ്ങളുടെ പ്രാർത്ഥന മതി, നിങ്ങളുടെ അലലെ കരുണയല്ല, അതിനേക്കാൾ വലുത് ചേഞ്ച് ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു ശക്തിയുണ്ടല്ലോ. നടക്കട്ടെ, ദൈവസഭയിൽ ചേഞ്ച് നടക്കട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചേഞ്ചിങ് ഉണ്ടാകട്ടെ. പഠിക്കാൻ ബുദ്ധിയില്ലാത്ത കുഞ്ഞിനോട് കൂടെ കൂടെ നിനക്ക് കഴിവില്ലെന്ന് പറയുകയല്ല, അവനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവശക്തിയുണ്ടെന്ന് പറ. Oh, hallelujah, 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 glory, glory. ആ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞാട്ടെ, കർത്താവെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവശക്തി, ആമേ, അത്ഭുതകരമായി ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവശക്തി. Glory, റീഡ ബാബാല അടഗജാര റീഡ ധാരബോലമോ. കണ്ണീർ താഴ്വരകളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ജലാശയമാക്കി തീർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ണുനീരെന്ന് പറയുന്നത് പേഴ്സണൽ അനുഭവം അല്ലേ? കണ്ണുനീരെന്ന് പറയുന്നതേ, കണ്ണുനീര് അതൊരു പേഴ്സണൽ അല്ലേ? അതെ. എന്നാൽ ജലാശയമോ അതൊരു പബ്ലിക് പ്ലേസാ അല്ലേ? പബ്ലിക് പ്ലേസാ. നോക്കിക്കേ, ഇവന്റെ സ്വകാര്യ ദുഃഖങ്ങൾ പബ്ലിക്കിന് പ്രയോജനമാക്കി. മനസ്സിലായോ? കണ്ണുനീരിനെ എന്താക്കി തീർത്തുന്ന? ജലാശയമാക്കി തീർത്തുന്ന. കണ്ണീരിന് ഇച്ചിരി ചൂടുള്ളതാ അല്ലേ? കണ്ണീര് എടുത്തൊന്ന് പരിശോധിച്ചാൽ, ഇവിടുത്തെ ലാബിൽ പരിശോധിച്ചാൽ അതിനകത്ത് എത്രത്തോളം ലവണങ്ങളുണ്ട്, എത്രത്തോളം മറ്റു കാര്യങ്ങളുണ്ട്, ഇതൊക്കെ അത് പരിശോധിച്ച് കിട്ടും. എന്നാൽ കണ്ണീരിനകത്ത് അടങ്ങിയിരിക്കുന്ന വേദന അറിയാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും ലാബിന് പറ്റുമോ? നിങ്ങളുടെ ഒരു തുള്ളി കണ്ണീരിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ലാഭമുണ്ടോ? ആ കണ്ണീരിൽ വീണ അല്ലെങ്കിൽ സങ്കടം, ആ കണ്ണീരിൽ വീണ പ്രശ്നങ്ങൾ, ആ കണ്ണീരിൽ നിന്റെ ഹൃദയം പൊട്ടിയത്, ആ കണ്ണീരിൽ കലർന്നിരിക്കുന്ന രക്തം എന്ന് പറഞ്ഞാൽ ബ്ലഡ് എന്നുള്ള അർത്ഥത്തിലല്ല, ഹൃദയത്തിൻ്റെ വേദന, ഇതൊക്കെ അളക്കാൻ പറ്റുന്ന, പരിശോധിക്കാൻ പറ്റുന്ന ഒരൊറ്റ ലാബ് ലോകത്തില്ല. കണ്ണീരെടുത്തോണ്ട് എവിടെയെങ്കിലും പോയി പരിശോധിക്കാൻ പോയാൽ അതിനകത്ത് എത്ര ഉപ്പ് രസമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്, അതിനകത്ത് ഗുണങ്ങളെന്തോ ഉണ്ട്, ദോഷങ്ങളെന്തോ ഉണ്ടെന്ന് അവർ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തരും. അതല്ല എൻ്റെ കണ്ണീര്, അതല്ല. നമ്മൾ പറയുമ്പോൾ എൻ്റെ കണ്ണീര് ഇതാന്ന് പറയുമോ? ഇല്ല. നമ്മൾ പറയും എൻ്റെ കണ്ണീരിൻ്റെ ഒരു വേദനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കണ്ണീരിൻ്റെ ഒരു വേദനയുണ്ട്. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളുണ്ടല്ലോ, നിന്റെ സ്വകാര്യ നിന്റെ പേഴ്സണൽ ലൈഫിൽ നീ അനുഭവിക്കുന്ന അതിൽ വ്യഥകളുണ്ടല്ലോ, ആ വിഷമങ്ങളുണ്ടല്ലോ, ഹല്ലേലൂയ, അതിനെ നാളെ പബ്ലിക്കിന് പ്രയോജനമാക്കി തീർക്കും. നോക്കിക്കേ, ഇവന്റെ കണ്ണീരിനെ എന്താക്കി തീർത്തു? ജലാശയമാക്കി തീർത്തു. കണ്ണീരിന് ചൂടുള്ളതാ, ജലാശയത്തിനോ തണുപ്പുള്ളതാ. നോക്കിക്കേ, ജീവിതത്തിൻ്റെ ചൂടുകളെ
കാലലിയ കുളിർമഴയുടെ തണുപ്പിലേക്ക് മാറ്റാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുക. പ്രേസോ ദീർഘിപ്പിക്കുന്നില്ല, കാര്യം ഞാനും അല്പ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ കണ്ണീരിനെ മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അത് പറഞ്ഞ് ഹല്ലേലൂയ. കണ്ണീരിനെ മാറ്റാൻ കഴിയുന്ന സ്വകാര്യ ദുഃഖത്തെ പൊതു സ്വത്താക്കി തീർക്കുക. ഞാൻ പറയട്ടെ, നിങ്ങൾ ചിലത് അനുഭവിച്ചത് എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരെ അന്ന് ബൈബിളിൽ പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ആശ്വാസത്തിനായി തീരേണ്ടതിന്, നിങ്ങൾ വന്ന വഴികൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരേണ്ടതിന്, നിങ്ങൾ പോയ പാതകൾ മറ്റുള്ളവർക്ക് ഒരു വിടുതലായി തീരേണ്ടതിന്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കേണ്ടതിന്. കണ്ണീർ താഴ്വരയിലെ അവൻ അതിനെ ജലോശയമാക്കി തീർക്കുകയാണ്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലാവുന്നുണ്ട്, എന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്ന്, എന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്ന്, എന്റെ കണ്ണീരിനെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇനി വേറൊരു ചിന്തയുടെ എനിക്ക് അവിടെ പറയാതെ പോകാൻ പറ്റത്തില്ല. ഈ കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ, കണ്ണുനീർ താഴ്വരയിൽ പാർക്കിംഗ് അല്ല, ഗോയിങ്. കണ്ണീർ താഴ്വരയിലൂടെ കടക്കുക. അവിടെ നിൽക്കണ്ട, ആ ഒരു കണ്ണീരൊക്കെ വന്നേക്കാം, എന്നാൽ അവിടെ നിന്ന് കടന്നു പോകുമെന്ന് പറഞ്ഞ് എന്റെ കണ്ണീരിലൂടെ ഞാൻ അങ്ങ് കടന്ന് അങ്ങോട്ട് പോകും. ഞാനവിടെ പാർക്ക് ചെയ്യുകയല്ല. ചിലരുണ്ടല്ലോ, കണ്ണീർ താഴ്വരയിലാണ് ഞങ്ങളുടെ ജീവിതം. അല്ല, ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കണ്ണീർ താഴ്വരയിലൂടെ കടക്കുക. കടന്നുപോയി, അതങ്ങ് പോകുന്നേ. പറഞ്ഞാട്ടെ, ഈ കണ്ണീരെല്ലാം മാറുമെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രശ്നങ്ങളെല്ലാം മാറും. നീ അതിനെ കടന്നു പോകേണ്ടവനാ. നീ അവിടെ പാർക്കേണ്ടവനാ. അവിടെ വീട് വെക്കാനൊക്കെ സ്ഥലമില്ല. അവിടെ വീട് വെക്കാൻ സ്ഥലമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ താമസിക്കുന്ന സ്ഥലമല്ല, അവിടെ താമസിക്കുന്ന സ്ഥലമല്ല കണ്ണുനീര്. പിന്നെ എന്താ കണ്ണുനീര്? കടന്നു പോകുന്ന സ്ഥലമാണ് കണ്ണുനീര്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ കണ്ണുനീരിനെ ജലാശയമാക്കി ചേഞ്ച് ചെയ്യണം. നിന്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തെയും, ഏത് ക്രൂരനെയും, ഏത് ദുഷ്ടനെയും മാറ്റാൻ കഴിയുന്ന ഒരു ദൈവശക്തി നിന്നിൽ തന്നിട്ടുണ്ട്. ഏത് പ്രശ്നത്തെയും അത് നിലപ്പടിഞ്ഞാക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി നിന്നിൽ പകർന്നിട്ടുണ്ട്. സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം പറ, കണ്ണീർ താഴ്വരകളെ ദൈവം മാറ്റാൻ ശക്തനാണ്. കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇവിടെ കിടക്കേണ്ടി വരത്തില്ല. ഇതിനെ ജലാശയമാക്കി മാറ്റി തന്ന എന്റെ ദൈവം ഞങ്ങളെ മാനിക്കുന്ന ദൈവമാ. ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങൾ വരട്ടെ, എന്ത് പ്രതികൂലങ്ങൾ വരട്ടെ, ജീവിതത്തിന്റെ ആശ നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വരട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മാറ്റും. ഞങ്ങൾ മാറ്റും. ഹല്ലേലൂയ, ഞങ്ങൾ ഇവിടെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒത്തിരി മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുണ്ട്, മാറ്റത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ. അവിടെ ഒന്നും ഒരു മാറ്റവും നടന്നിട്ടില്ല. എന്നാൽ ആഫ്രിക്കൻ വനാന്തരങ്ങളെ മാറ്റിയെടുത്തവർ, ഹല്ലേലൂയ, അമേരിക്കൻ നാടിനെ മാറ്റിയെടുത്തത്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ചൈനയിലും റഷ്യയിലും മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മനുഷ്യ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒന്നിന്റെ പേര്, അത് സുവിശേഷം എന്നുള്ളതാണ്. അതിന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ധൈര്യമുണ്ടോ? ഇന്ന് പകൽക്കാലം നീ എന്തിയിരിക്കുന്ന ഈ ബൈബിൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇത് മാറ്റത്തിന്റെ സന്ദേശമാണ്. ഇത് മാറ്റുന്നതാണ്, ആളുകളെ മാറ്റുന്നതാണ്, ജീവിതത്തെ മാറ്റുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മാറാൻ തയ്യാറാകുക, മാറ്റാൻ തയ്യാറാകുക. ഈ പകൽക്കാലം എൻ്റെ മെസ്സേജിൽ ഞാൻ ഇവിടെ വിരാമ ബിന്ദു ഇടുകയാണ്. ആമേൻ, സ്തോത്രം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, ചേഞ്ചിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. നിങ്ങൾ ഇണങ്ങുന്നവരല്ല എല്ലാ വിഷയങ്ങളോടും, പിണങ്ങുന്നവരുമല്ല, നിങ്ങൾ മാറ്റുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനെ മാറ്റാൻ കർത്താവ് നിന്റെ മേലൊരു കൃപ തരുകയാണ്. ആമേൻ. ഒരു ബ്ലെസ്സിങ്, ഒരു അഭിഷേകം, ഒരു അനോയിന്റിങ് നിന്റെ മേൽ തരികയാണ്. അതിനുവേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവമാകട്ടെ, പ്രാവർത്തികമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.